ഇന്ദ്രജ, ഞാൻ അങ്ങോട്ട് പോവുമായിരുന്നല്ലോ, പിന്നെന്താ ഇങ്ങോട്ട് വിളിച്ചത്? ആ ഇന്ദ്രജി, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എടാ, ഞാനൊന്ന് അത്യാവശ്യമായി കൊച്ചി വരെ പോവാ. രാത്രി അവൻ തിരിച്ചു വരാൻ. ആ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ടതും അത്യാവശ്യവുമായ ഒരു കാര്യം പറയാനാ. ആ പറയേച്ചി. എടാ, ആ ജയറാമിനെ കൊടുക്കാനുള്ള എല്ലാ വഴികളും ഇപ്പൊ നമുക്ക് അനുകൂലമായി വന്നിരിക്കുക. ഇക്കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ. അതെ, ചെമ്പകമംഗലത്തെ ആ വേലക്കാരി മായമ്മയും ജയറാമനും തമ്മിലുള്ള ബന്ധം ഇപ്പൊ പരസ്യമായ ഒരു രഹസ്യ. അതുകൊണ്ട് മായമ്മ അങ്ങ് തട്ടണം. നിന്റെ നേതൃത്വത്തിൽ ആ കൊലപാതകം നടക്കണം. ഒരു ഈച്ച പോലും അറിയരുത് നമ്മളാണിതിന്റെ പിന്നിലെന്ന്. മായമ്മയെ കൊന്നതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും? ജയരാമനായിരിക്കും മായമ്മയുടെ കൊലപാതകം. എത്രയും പെട്ടെന്ന് കൊലപാതകം നടക്കണം. കുളം കലങ്ങിക്കിടക്കുമ്പോ മീൻ പിടിക്കണം. വളരെ ബുദ്ധിപൂർവം നീ പ്ലാനുകൾ ആസൂത്രണം ചെയ്യുക. ശരി ഇന്ദ്രജി. ഒരു 10 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ വരും. കണക്കുകൾ നമുക്ക് പിന്നെ പറയാം. ശരി ഇന്ദ്രജി. 10 ലക്ഷം. വൈശാഖേ, കാലക്കേടിന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? കണ്ടുപിടിച്ച എന്നെ എല്ലാരും കൂടി എടുത്തിട്ട് പൊരിക്കും. എന്തായാലും ആരും എവിടെയെങ്ങുമില്ല. ഇത് തന്നെയാ വല്യമ്മാവന്റെ വാച്ച്. ഇതെടുത്ത് കൊടുക്കാനാ വൈശാഖ് പറഞ്ഞത്. ചതിച്ചു. അവളുടെ വായി തന്നെ വന്ന് വീണു. എന്താടി നിന്റെ അച്ഛന്റെ മുറിയില്? എന്റെ അച്ഛന്റെ മുറിയിൽ നിനക്ക് എന്താ കാര്യം? എത്ര നേരം വെച്ചാൽ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നത്? ഓഹോ, അതാണോ? എന്നാ നീ ഒരു കാര്യം ചെയ്. ആ റോഡിലിറങ്ങി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കുറെ അങ്ങ് ഓട്. അല്ലെങ്കിലേ ആ മതിലേ കയറി അപ്പുറത്തേക്ക് ചാട്. മതില ചാട്ടത്തിൽ നീ എക്സ്പേർട്ട് ആണല്ലോ. എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ നീ സമ്മതിക്കില്ലല്ലോ. അമ്പടാ, തൊഴിലോ? എന്നാ നീ ഒരു കാര്യം ചെയ്, തൊഴിലുറപ്പിന് പോ. പണി ചെയ്താലേ കാശും കിട്ടും. ഇങ്ങനെ ഓസി ജീവിക്കണ്ടല്ലോ. ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ തോന്നി ഈ വീടും പുരയുടെ ഒക്കെ ഒന്ന് അടിച്ചു തൂക്കാന്ന്. വീടും പുരയിടവും ക്ലീനിങ്ങോ? അതും നീ? സൂര്യൻ പടിഞ്ഞാറുദിച്ചെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷെ ഇത് ഞാൻ വിശ്വസിക്കൂല. സത്യം പറയടി, നീ എന്തിനാ ഈ മുറി കയറിയത്? എന്റെ മീൻ. സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ നിന്റെ മീനാക്ഷി അല്ല. എന്നാ ആരുടെയെങ്കിലും മീനാക്ഷി. ഞാൻ ഇന്ന് മുതൽ ചില കുടുംബ ജോലികളൊക്കെ ചെയ്യാൻ പോവാ. നീ ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാ മതി. ശരി. അങ്ങനെ അങ്ങ് പോവാതെ. നീ കുറുവാ സംഘത്തിന്റെ നേതാവാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ എന്തിനീ മുറി കയറിന്ന് പറയാതെ നിന്നെ ഞാൻ വിടില്ല. മീനാക്ഷി, എന്റെ ഹനുമാൻ സ്വാമിയാണ് സത്യം. നിന്റെ ഹനുമാൻ സ്വാമിയോ? അങ്ങേരെ നീ കയ്യിലെടുത്തോ? എന്റെ ദൈവമേ, ചങ്കെടുത്ത് കാണിച്ചാലും അത് ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന മനുഷ്യര്.
വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു തൂക്കാൻ ഇറങ്ങിയതാ. ഇനി അതും ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കില്ലല്ലോ. ദേ ദേ കിടക്കുന്നു നിന്റെ ചൂല്. എന്തോ ഒരു കള്ളത്തരം ഇവള് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? മോളെ അമ്മുവല്ലേ? മായമ്മ ചേച്ചിയുടെ മോള്. അതെ. മോളെ, മോളുടെ അമ്മ ഒരു ട്രസ്റ്റില് മോൾക്കുള്ള സ്കോളർഷിപ്പ് വാങ്ങാനായി നിൽക്കുക. മോളെ അങ്ങോട്ട് വിളിച്ചോണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്കിളിനെ അറിയില്ലല്ലോ. അയ്യോ, കുഴഞ്ഞല്ലോ. അതിനിപ്പോ എന്ത് ചെയ്യും? മോള് ചെന്നാലേ ആ പൈസ അവരമ്മയുടെ കൊടുക്കും. ഇതല്ലേ മായമ്മ, മോളുടെ അമ്മ? അതെ. മോളെയും കാത്ത് അമ്മയോടെ നിൽക്കുക. വാ വാ മോളെ. വാ വാ, കയറിക്കോ. എന്തായി? ആ കാര്യം സക്സസ്. വെരി ഗുഡ്. എന്നാ പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ. അമ്മു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസിൽ. മോളുടെ കാര്യം ഒന്ന് ചോദിച്ചാലോ? ചേച്ചി, അമ്മു ഇങ്ങോട്ടെങ്ങനെ വന്നായിരുന്നോ? ഇല്ലല്ലോ മോളെ, സ്കൂളിൽ നിന്ന് എത്തിയില്ലേ? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എത്തേണ്ട സമയം കഴിഞ്ഞു ചേച്ചി. ഞാൻ അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. മോള് പേടിക്കണ്ട, കുഞ്ഞ് കളിക്കാനോ മറ്റോ പോയി കാണും. കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ചെന്ന് നോക്ക്. ശരി ചേച്ചി. ചേച്ചി, അമ്മ ഇവിടെ എങ്ങാനും വന്നായിരുന്നോ? ഇല്ലല്ലോ മോളെ, എന്തു പറ്റി? അല്ല, അവള് സ്കൂള് വിട്ട് ഇതുവരെ വന്നില്ല. അയ്യോ, ആ സുമതിയുടെ വീട്ടിലെങ്ങാനും പോയി കാണും. ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ ശരി. സുരേഷ് ചേട്ടാ, ചേട്ടാ. എന്താ? അമ്മു ഈ വഴി പോകുന്ന വല്ലതും കണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്താ പറ്റി? കുഞ്ഞിതുവരെ വീട്ടിലെത്തിയില്ലേ? ഇല്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ ശരി മോളെ. എന്റെ കുഞ്ഞിതെവിടെ പോയതായിരിക്കും? ദേവി, എന്റെ മോക്കൊന്നും വരുത്തല്ലേ. ചേച്ചി, മീനാക്ഷി കുഞ്ഞെ,
അമ്മ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അമ്മ വീട്ടിലെത്തിയില്ലെന്നോ? ആ അതെ, നേരം വൈകിയല്ലോ. ചേച്ചി അടുത്ത വീട്ടിലൊക്കെ തിരക്കിയോ? എല്ലായിടത്തും തിരക്കി കുഞ്ഞെ, അവിടെ ഒന്നും ചെന്നിട്ടില്ല. എനിക്ക് ആകെ പേടിയാവുക. ചേച്ചി പേടിക്കാതെ, ഞാൻ ഇപ്പൊ തന്നെ SCP വിളിച്ച് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്. ആ ACP ഫോൺ എടുക്കുന്നില്ലല്ലോ. ചേച്ചി, ACP വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. തിരക്കിലായിരിക്കും. എന്തായാലും ഉടനെ തിരിച്ചു വിളിക്കും. അപ്പം ഞാൻ ഈ വിവരം പറയാം. ചേച്ചി ഒരു കാര്യം ചെയ്, വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം അറിയിക്കും. ഞാൻ അച്ഛനോടും വരാൻ പറയാം. ഒന്നും ഓർത്ത് പേടിക്കണ്ട, മോള് സേഫായിട്ട് വീട്ടിലെത്തും. ശരി കുഞ്ഞെ, ഞാൻ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ശരി ചേച്ചി. എത്ര മണി തൊട്ടാ കുട്ടിയെ കാണാതായത്? മോള് സ്കൂള് വിട്ട് വീട്ടിലേക്ക് വന്നതേ ഇല്ല സാർ. കുട്ടി ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് മേരീസിലാ. എത്ര സ്റ്റാൻഡേർഡിലാ? 5th സ്റ്റാൻഡേർഡിൽ. അപ്പോ 10 വയസ്സുള്ള കുട്ടിയാണല്ലേ? അതെ. ഒന്നും പേടിക്കാനില്ല, കുഞ്ഞുങ്ങൾ വരും. ദാ ഇതങ്ങ് കൊടുക്ക. CI സാറിനോട് പറഞ്ഞേക്ക്, ഇവരെയും കൂടി ചെല്ലേ. ഓക്കെ സർ. അവരുടെ കൂടെ വെക്കുള്ളൂ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരി ശരി. സർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ സർ, ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇവിടെ കുട്ടി സ്കൂൾ വിട്ട് ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നിരുന്നോ? അതെ സാർ. എത്ര വയസ്സുള്ള കുട്ടിയാ? മോക്കിപ്പോ 10 വയസ്സുണ്ട്. പഠിക്കുന്ന സ്കൂൾ ഏതാ? സെന്റ് മേരീസിലെ സാറേ. കുട്ടിയുടെ പേര്? നന്ദന. അമ്മൂന്നാ വിളിക്കുന്നത്. നിങ്ങളുടെ പേരെന്താ? മായമ്മ. കുട്ടിയുടെ അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ മരിച്ചുപോയി. പേര് രഘു എന്നായിരുന്നു. ഞാൻ ചെമ്പകമംഗലത്തെ ജോലിക്കാരിയാ. ചെമ്പകമംഗലോ? അതെ സർ. അപ്പോ ACP കാർത്തിക് സാറിന്റെ വീട്? അതെ. നിങ്ങളിങ്ങനെ കരയാതെ, കുട്ടി ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ കാണും. നമുക്ക് അന്വേഷിക്കാന്നേ. നിങ്ങളിങ്ങനെ കരയാതെ കുറച്ചു നേരം അകത്തേക്ക് ഇരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. വരൂ. ശരി സർ. ഈ കാർത്തിയേട്ടൻ ഇത് എവിടെയാ? ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഫോണും എടുക്കില്ലല്ലോ. സാറിന്റെ മിസ്സസ് കുറെ നേരമായിട്ട് വിളിക്കുന്നല്ലോ. എടുത്ത് കാര്യം പറഞ്ഞേക്കാം. മാഡം, SCP സാർ മീറ്റിംഗിലാണ്. മീറ്റിംഗ് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാൻ പറയാം. ശരി, താങ്ക് യു. ശരി മാഡം. ഇനി എന്ത് ചെയ്യും? അച്ഛനോട് പറയാം. അച്ഛാ. മോളെ. അച്ഛാ, നമ്മുടെ മായ ചേച്ചിയുടെ മോള് ഇത്രയും നേരമായിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് വന്നിട്ടില്ലെന്നോ? നേരം സന്ധ്യയായല്ലോ. ആ കൊച്ചു മിസ്സിങ്ങാ. ഞാൻ കാർത്തിയേട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മായ ചേച്ചിയെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടു. അവരാകെ ടെൻസ്ഡാ. ആരും ഇല്ലാത്തവരല്ലേ. അച്ഛനാ സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലാവോ? പിന്നെന്താ, അവരൊരു പാവാ. ഞാൻ ചെല്ലാം. അവർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോയിരിക്കുന്നത്? അതെ. ഈശ്വരാ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. മായമ്മേ, എന്തായി മായമ്മേ? അവര് പരാതി എഴുതി വാങ്ങിച്ചു.
അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, മായ്മ ഇവിടെ ഇരിക്കും. ഈശ്വര, എന്റെ കുഞ്ഞ് ഇവിടെ പോയി. ആ കേസിന്റെ കാര്യം വല്ലതായോ? ഹായ് സർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സാറേ, ഇത് ACP കാർത്തിക് സാറിന്റെ അമ്മാവനാ. പിന്നെ എനിക്കറിയില്ലേ, ജയരാമൻ. അല്ല, പ്രത്യേകിച്ച് എന്താ ഈ വഴിയൊക്കെ? ഞാൻ ആ മായമ്മയുടെ കുട്ടിയുടെ കാര്യം അന്വേഷിക്കാൻ വന്നാ സാറേ. ആ, മായമ്മ ഞങ്ങളുടെ വീട്ടിലെ സെർവൻ്റ് ആണ്. ഞങ്ങളും ആ കാര്യം തന്നെ പറഞ്ഞോണ്ടിരുന്നത്. മണി 6:30 ആവുന്നേ ഉള്ളൂ. കുട്ടി ഇങ്ങ് വരുമെന്നേ. വല്ല സ്പെഷ്യൽ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലോ പോയിട്ടുണ്ടാവും. അല്ലാതെ എവിടെ പോവാനാ? ഏതായാലും എല്ലായിടത്തും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഈ സെന്റ് മേരീസിന്റെ നമ്പർ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് തപ്പിയെടുക്കാം. അവിടുത്തെ വാച്ച്മാന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ കളക്ട് ചെയ്തതാ. അതേതായാലും നന്നായി. അയാളൊന്ന് വിളിച്ചു നോക്കിയേ. ഹലോ. ഞാൻ അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരൻ്റാ. പറയൂ. അവിടെ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നന്ദന എന്നൊരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല. സ്കൂൾ ബസ്സിലാണോ കുട്ടി പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്? അല്ല, സ്കൂൾ അടച്ചല്ലോ. കുട്ടികളെയും കൊണ്ടുപോയ ബസ് തിരികെ വരികയും ചെയ്തല്ലോ. ഇവിടെ കുട്ടിയെ കാണാൻ ഒരു സാധ്യതയുമില്ല. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. കുട്ടിയെ കണ്ടെത്തിയാൽ ഈ നമ്പറിലൊന്ന് വിളിച്ചു പറയൂ. തീർച്ചയായും. സ്കൂൾ അടച്ചു എങ്കിലും അവരവിടേക്കൊന്ന് തിരക്കാന്ന് പറഞ്ഞു. ഒരുപക്ഷെ കുട്ടി സ്കൂൾ പരിസരത്തോ അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഞങ്ങളൊന്ന് സ്കൂളിലേക്ക് പോവുക. സ്കൂളിലും പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. മായമ്മ സമാധാനമായിട്ട് പൊക്കോ. കുട്ടിക്കൊന്നും വരില്ല. അവളൊരു പക്ഷേ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ കാണും. നിങ്ങൾ ചെന്ന് അയൽപക്കത്തെ വീടുകളിലൊക്കെ ഒന്ന് അന്വേഷിക്കുക. അതെ, ഞങ്ങളും തിരക്കാം. ദേ, കുട്ടിയെ കണ്ടെത്തിയില്ല ഉടനെ ആ വിവരം ഞങ്ങളെ വിളിച്ചെന്ന് അറിയിക്കണേ. ശരി സർ. മായമ്മ എൻ്റെ കൂടെ കാറിൽ വാ, ഞാൻ നിങ്ങളെ വീട്ടിൽ വിടാം. അതെ, ആരെങ്കിലും രണ്ടുപേരും എൻ്റെ കൂടെ വാ. നമുക്ക് ആ സെന്റ് മേരീസിലൊന്ന് അന്വേഷിക്കാം. ഇനിയിപ്പോ അന്വേഷിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. വാ. ഫോളോ. വിഷമിക്കാതെ, മോളിങ് വരും. എന്നാലും സാറേ, മോൾ ഈ നേരം വരെ പോലീസും അന്വേഷിക്കുന്നില്ലേ? കുട്ടി അവർ കണ്ടെത്തും. വെള്ളം വേണം? വേണ്ട സാറേ. അല്ല, ഇത്തിരി വെള്ളം കുടിക്കേ. ഇയാൾ സ്റ്റേഷനിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ല. എന്തായാലും കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമായി. പെതുക്കെ പറ, ഇവിടെ കേൾക്കും. സാറേ, ദാ അവിടെ നിർത്തിയാ മതി. അതിന്റെ അടുത്താ എന്റെ വീട്. നിർത്താം. അമ്മ വന്നാ ഉടൻ തന്നെ എന്നെ വിളിച്ച് പറയണം. പറയാം സർ.
ഫോളോ ചെയ്